വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മളെ താഴ്മയോടും വിനയത്തോടും കൂടി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് തനിമയിലേക്ക് എന്ന കൂട്ടായ്മയിൽ തുടരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? അന്നും ഞാൻ മേഘത്തെ അതിനെ ഉടുപ്പും കൂരിരുളിനെ അതിനെ ചുറ്റാടയുമാക്കി. ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ ശാരീരികമായ പീഡകൾ, മാനസികമായ പ്രയാസങ്ങൾ ഒക്കെയും സഹിച്ചുകൊണ്ട് ഇയ്യോബ് സങ്കടപ്പെടുമ്പോൾ, സ്വയം സഹതാപത്തിൽ ആഴ്ന്നു പോകുമ്പോൾ ദൈവം ഇയ്യോബിനോട് ഇടപെടുന്നത് ഈ രീതിയിലാണ്. 2-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവൻ ആർ? മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് അറിവില്ലാത്ത വാക്കുകൾ വന്നു പോകുന്നു. അത് സ്വാഭാവികമാണ്. അതുപോലെയുള്ള അവസരങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ മിക്കപ്പോഴും മനുഷ്യന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എത്ര ശക്തനായ മനുഷ്യൻ്റെയും കാല് ഇടറും എന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കണം. നാം മനുഷ്യർ തന്നെയാണ്. പ്രകൃതിയാൽ നാം മനുഷ്യരാണ്. വീണു പോകുവാൻ, താണു പോകുവാൻ സാധ്യതയുള്ളവരാണ്. എത്ര ശക്തനായ വ്യക്തിക്കും ദൈവം ഒരു അതിര്, എല്ലാ കഴിവുകൾക്കും ഒരു അതിര് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ച ഈ ഭാഗത്ത് ദൈവം ഇയ്യോബിനോട് തൻ്റെ സൃഷ്ടിയുടെ പരിപാലനയുടെ ആഴത്തെക്കുറിച്ച് ബോധിപ്പിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചതിനെ ഒന്നിനെയും പകയ്ക്കുന്നില്ല. എല്ലാറ്റിനെയും ദൈവം നിലനിർത്തുവാനുള്ള പദ്ധതികൾ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒന്നിൻ്റെ നിലനിൽപ്പ് മറ്റൊരു സൃഷ്ടിയുടെ ഭീഷണിയായിരിക്കും. ഒരു ബലഹീന സൃഷ്ടിക്ക് ഭീഷണിയായ ബലമുള്ള സൃഷ്ടിയെ ദൈവം ഇല്ലാതെയാക്കുന്നില്ല. എല്ലാറ്റിനെയും അതതിൻ്റെ സ്ഥാനത്ത്, അതതിൻ്റേതായ രീതിയിൽ ദൈവം പരിപാലിക്കുന്നു. നമുക്ക് ഗ്രഹിക്കാവുന്നതിലും എത്രയോ അപ്പുറമായുള്ള സത്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിപാലന. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ചായിരിക്കുകയില്ല, അനുകൂലമായിരിക്കുകയല്ല പലപ്പോഴും നമ്മളെ വഴി നടത്തുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയിൽ കൂടെ നടത്തുമ്പോൾ നാം താണു പോകാതെ, തകർന്നു പോകാതെ നമ്മെ കൈകളിൽ വഹിക്കുവാൻ നമ്മുടെ കൂടെയുള്ളൊരു ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു. ആ ദൈവമാണ് ഈ നൊയമ്പ് കാലത്ത്, ഈ പീഡാനുഭവ വാരം നാം ആചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നത്. എത്ര സ്നേഹത്തോടെ, എത്ര കരുതലോടെ, എത്ര ആർദ്രതയോടെ ദൈവം നമ്മോട് ഇടപെടുക. ദൈവം മനുഷ്യനോട് ഇടപെടുമ്പോൾ തൻ്റെ എല്ലാ സൃഷ്ടികളെയും പരിപാലിക്കുന്നതിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ ഒരു പ്രയോജനവുമില്ലാത്ത മരുഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നതിനെക്കുറിച്ച് ദൈവം പറയുന്നു.
മരുഭൂമിയിൽ എന്തിനാ മഴ? നമ്മുടെ ചിന്തയിൽ അതിന് പ്രയോജനമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മരുഭൂമിയിലും മഴ പെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ ദൈവം ഇവിടെ ചൂണ്ടിക്കാണിക്കുക. ആരും പാർക്കാത്ത നിർജ്ജന പ്രദേശത്തും മഴ പെയ്യേണ്ടതിൻ്റെ ആവശ്യം ദൈവം കാണിച്ചു തരിക. ഏറ്റവും നിസ്സാരമായ കരയുന്ന കാക്കക്കുഞ്ഞിനെയും അത് നിലവിളിക്കുമ്പോൾ അതിനെ പോറ്റുന്നൊരു ദൈവത്തെ ദൈവം കാണിച്ചു തരിക. ഈ കണ്ണ് തുറന്ന് ചുറ്റിലേക്ക് നോക്കുക. നമ്മിലേക്ക് മാത്രം നോക്കി ഭാരപ്പെടാതെ, നമ്മിലേക്ക് നോക്കി മാത്രം വ്യസനിക്കാതെ, ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ നമ്മൾ ഉയർത്തിയാൽ സർവ്വ സൃഷ്ടികളെയും പരിപാലിക്കുന്ന ദൈവം എന്നെയും പരിപാലിക്കുമെന്നുള്ള ആ വിശ്വാസവും ആ ദൃഢതയും നമുക്ക് നൽകിത്തരുന്നു. ആ താൻ സൃഷ്ടിച്ചതിനെയെല്ലാം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ അറിവില്ലായ്മകൾ, നമ്മുടെ ഒന്നുമില്ലായ്മകൾ എല്ലാം ബോധിപ്പിക്കുവാനുള്ളത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു കഴിവുമില്ലാത്ത നമ്മെ ഏൽപ്പിക്കുമ്പോൾ ദൈവം അതിനെ ഉപയോഗിക്കും. ദൈവം ഉപയോഗിക്കുന്നത് വളരെ ശക്തമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുമായിരിക്കാം. ഏറ്റവും നിസ്സാരമായ ഒരു വിത്തിൽ നിന്നാണല്ലോ അനവധിയായ കതിരുകളും അനവധിയായ നെൽമണികളും ഉണ്ടാകുന്നത്. ഒരു ചെറിയൊരു വിത്ത് മതിയല്ലോ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം അതിനെ പരിപാലിച്ച് തക്ക സമയത്ത് വെള്ളവും വളവും നൽകി അതിനെ വളരുമാറാക്കുന്നത്. ആദ്യം ഞാറ്, പിന്നെ കതിര്, പിന്നെ വിളവാകുന്ന നെൽക്കതിര്. ഈ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ പരിപാലനയുടെ പദ്ധതിയുടെ ഓരോ പടികളും നാം ചിന്തിക്കുമ്പോൾ നമ്മെയും, നമ്മൾ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന നമ്മെയും വളർത്തിക്കൊണ്ടുവരുവാൻ, ശക്തരാക്കുവാൻ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് ഓർത്ത് നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അറിയുന്ന ഒരു ദൈവമാണല്ലോ. അതിനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ആവശ്യമായിരിക്കുന്നു. ഒരു വിത്ത് ചേറിനകത്ത് വീണ് അത് സ്വയം അഴുകി ഇല്ലാതെയായി മറ്റൊരു ചെടിയായി രൂപാന്തരപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ തകരാനും നശിക്കുവാനും ദൈവകരങ്ങളിൽ പുതിയ സൃഷ്ടിയാകുവാനും നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. നാം വായിച്ച ഭാഗത്ത് ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇവിടെ മനുഷ്യനോട് ചോദിക്കുകയാണ്. സമുദ്രം ഗർഭത്തിൽ നിന്നെന്ന പോലെ ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? അതിരില്ലാത്ത ഒരു ശക്തിയാണ്, ആഴം അളക്കുവാൻ കഴിയാത്തൊരു ശക്തിയാണ് സമുദ്രം. അതിനെ കതകുകളാൽ ദൈവം അടച്ചു. നമുക്ക് ഊഹിക്കാവുന്ന, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യമല്ല ഇത്. ഒരു സമുദ്രത്തെപ്പോലെ വലിയ ശക്തി അതിനെ കതകുകളാൽ അടയ്ക്കുവാൻ കഴിയുക. കതകുകളെന്ന് പറയുമ്പോൾ വളരെ ചെറുത്. ഒരു കെട്ടിടത്തിന് വാതിലുണ്ട്, വാതിലിനെ കതകുകളുണ്ട്. കെട്ടിടത്തിൻ്റെ വലിപ്പവും കതകുകളുടെ വലിപ്പവും നമ്മൾ നോക്കുമ്പോൾ കതകുകൾ വളരെ നിസ്സാരമാണ്. കെട്ടിടമാണ് ഉപയോഗിക്കുവാനുള്ളത്, പ്രയോജനകരമാകുന്നത്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ സുരക്ഷിതത്വം നിലകൊള്ളുന്നത് ഈ കതകുകളിലാണ്. കതകുകളേക്കാൾ ചെറുതാണ് അതിൻ്റെ പൂട്ടം, അതിൻ്റെ പൂട്ടിനേക്കാൾ ചെറുതാണ് അതിൻ്റെ താക്കോല്. ആ താക്കോലാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉള്ളത്. ആ താക്കോൽ ഉപയോഗിച്ചാണ്
ദൈവം ഇതിനെ പരിപാലിക്കുന്നത്. 11-ാം വാക്യത്തിൽ 10-11 വാക്യങ്ങളിൽ ദൈവം പറയുകയാണ്, ഞാനതിനെ അതിര് നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. ഏതിന്? സമുദ്രത്തിന്. ഗർഭത്തോടെ പൊട്ടിപ്പുറപ്പെട്ട സമുദ്രത്തിന് അതിര് നിശ്ചയിച്ചു. അതിന് കതകും ഓടാമ്പലും വെച്ചു. കതക് വെച്ചാൽ കതക് തള്ളി തുറന്ന് സമുദ്രത്തിന് അതിനിപ്പുറത്തോട്ട് വരുവാൻ കഴിയുകയില്ല. ഓടാമ്പലും കൊണ്ട് ആ കതകിനെ ഭദ്രമാക്കി. ദൈവത്തിൻ്റെ സൃഷ്ടി ആർക്ക് ഗ്രഹിക്കുവാൻ കഴിയും? വീണ്ടും ഇവിടെ ഓർപ്പിക്കുകയാണ്, അവിടെ അതിര് വയ്ക്കുമ്പോൾ, സമുദ്രത്തിന് അതിര് വയ്ക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്. ഇതിനപ്പുറം കടക്കുവാൻ സമുദ്രത്തിന് ദൈവം അനുവാദം കൊടുക്കുന്നില്ല. ഇതുവരെ ഒരുപാട് അനുവാദമുണ്ട്. ആ അതിരെങ്കിൽ കതകും ഓടാമ്പലും വെച്ച് അതിന് നിശ്ചയിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് അതിൻ്റെ ഗർഭം കാണിക്കുവാനുള്ള അധികാരവും അവകാശവും സമുദ്രത്തിന് കൊടുത്തു. അതിൻ്റെ ഇപ്പുറത്തോട്ട് കടന്നാൽ അത് ശിക്ഷാർഹമാണ്. ദൈവം ഒരു സമുദ്രത്തിന് അതിര് നിശ്ചയിക്കുന്നത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു കാഴ്ചയാണ്. വെറും പഞ്ചസാര പോലത്തെ തരിമണൽ കൊണ്ടാണ്. നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുമോ? ഇത്രയും ശക്തമായ സമുദ്രത്തിന് ഈ പഞ്ചസാര പോലെ ഏറ്റവും നിസ്സാരമായ തരിമണൽ അതുകൊണ്ട് അതിര് നിശ്ചയിക്കുന്നു. അത് ചെറിയ തരിമണൽ എന്ന് മാത്രമല്ല, അവ തമ്മിൽ കട്ട പിടിക്കുവാനുള്ള സാധ്യതയുമില്ല. ആ തരിമണലിൻ്റെ പ്രത്യേകത, അത് ഓരോ തരിയും വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റായിട്ട് തന്നെ സൂക്ഷിക്കപ്പെടുന്നു. വെള്ളം നനയുമ്പോൾ അത് കട്ട പിടിക്കുകയാണെങ്കിൽ അത് ബലവത്തായി തീരും എന്ന് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ സമുദ്രത്തിന് അതിര് നിശ്ചയിക്കുമ്പോൾ കട്ട പിടിക്കുവാൻ, ഒരുമിച്ച് ചേരുവാൻ കഴിവില്ലാത്ത വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന ചെറിയ ചെറിയ തരിമണലുകൊണ്ടാണ് വലിയ ശക്തിയുള്ള അലറി വരുന്ന തിരമാലകളെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം സമുദ്രത്തിന് അതിര് നിശ്ചയിക്കുന്നത്. ആ സമുദ്രത്തിൻ്റെ കതകുകളും ഓടാമ്പലും വയ്ക്കുന്നത് ഈ നിസ്സാരമായ തരിമണൽ കൊണ്ടല്ലേ. അവ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അത് വലിയ ശക്തിയായിത്തീരും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു പാട്ടിനകത്ത് നമ്മൾ പറയുന്നുണ്ടല്ലോ, ദൈവസ്നേഹത്തെ വർണ്ണിക്കുമ്പോൾ 1000 നാവുകളാൽ അത് വർണ്ണിക്കുവാൻ സാധ്യമല്ല. അതിന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ പാട്ടുകാരൻ പറയും, എനിക്കാവതില്ലേ അതിനാഴം അളന്നിടാൻ. ആർക്ക് സാധിക്കും? ദൈവസ്നേഹത്തിൻ്റെ, ദൈവപരിപാലനയുടെ ആഴം അളക്കുവാൻ മനുഷ്യബുദ്ധിക്ക് അപ്പുറത്തായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഗ്രഹിക്കുവാനുള്ള പ്രാപ്തിയില്ല. ദൈവപരിപാലന എത്ര ഗോപ്യമായിട്ടുള്ളതാണ്, എത്ര രഹസ്യമായിട്ടുള്ളത്. ഒരു തരിമണൽ, കട്ട പിടിക്കാത്ത ഈ തരിമണൽ കൊണ്ട്, നിസ്സാര തരിമണൽ കൊണ്ട് ഇത്ര വലിയ ശക്തിയായ സമുദ്രത്തിന് അതിര് വയ്ക്കുവാൻ, അതിന് കതകും ഓടാമ്പലും വയ്ക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നത്. ആ പരിപാലനയ്ക്ക് ദൈവം കൊടുത്ത വിലയെക്കുറിച്ചാണ് ഈ ആഴ്ചയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹം
ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും. തൻ്റെ ജീവനെ തന്നെ കൊടുത്തുകൊണ്ട് അതിനെ പരിപാലിച്ചൊരു ദൈവം, തൻ്റെ ജീവനെ ബലിയായി നൽകിക്കൊണ്ട് പരിപാലിച്ച ദൈവം. പെസഹ ആചരിക്കുമ്പോൾ താൻ അതിന് പിന്നാലെ ഗെത്സമനിയിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് കർത്താവ് പെസഹായുടെ പാനപാത്രം കൈകളിലെടുത്ത് സ്തോത്രം ചെയ്തു. പിന്നീടാണ് ഒലിവുമലയിലേക്ക് പോകുന്നത്. ഗെത്സമനയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ പാനപാത്രം ഞാൻ കുടിക്കുക എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. എൻ്റെ ഇഷ്ടത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നാം അടുത്ത് ചെല്ലുമ്പോൾ പലപ്പോഴും നാം നിരാശരായി മടങ്ങേണ്ടി വരും എന്നുള്ളൊരു സത്യം നാം ഓർത്തിരിക്കണം. ദൈവപരിപാലനയിൽ കണ്ണടച്ച് വിശ്വസിച്ച് ദൈവപരിപാലനയ്ക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാകുന്നു. കാരണം നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ദൈവം പല സൃഷ്ടികർമ്മങ്ങളും നടത്തിയിട്ടുണ്ട്. ഉഗ്രവിഷമുള്ള രാജവെമ്പാലയെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ദൈവം ആ രാജവെമ്പാലയുടെ വിഷത്തിൽ നിന്ന് മറ്റ് ജീവികളെ പരിപാലിക്കുവാനുള്ള പദ്ധതിയും ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ഹിംസ്ര ജന്തുക്കൾ യഥേഷ്ടം വിഹരിക്കുവാൻ ദൈവം വനങ്ങളെ സൃഷ്ടിച്ചാക്കിയിട്ടുണ്ട്. മത്സ്യങ്ങളും അതുപോലെയുള്ള ജീവികളും പാർക്കുവാൻ ദൈവം നദികളെയും സമുദ്രങ്ങളെയും സൃഷ്ടിച്ചാക്കിയിരിക്കുന്നു. വൃക്ഷങ്ങൾക്കും ലതാദികൾക്കും പാർക്കുവാൻ ദൈവം കരയെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇവയെല്ലാം പരസ്പര ബന്ധത്തിൽ കഴിയുമ്പോൾ മാത്രമേ സൃഷ്ടികർമ്മത്തിൻ്റെ പരിപാലന പൂർത്തീകരിക്കുന്നുള്ളൂ എന്നുള്ളൊരു സത്യം നമുക്ക് ഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. കാരണം താൻ സൃഷ്ടിച്ചതിനെ ഒന്നും പകയ്ക്കാത്തൊരു ദൈവമാണ്. അതിനെ പരിപാലിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ ജീവിതവും എൻ്റെ ചിന്തകളും വികാരങ്ങളും ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന് ദോഷമായി വരുമ്പോൾ അവയെ ക്ഷമിച്ച് വീണ്ടും എന്നെ പ്രയോജനമുള്ള ഒരു ഉപകരണമാക്കി, തൻ്റെ കൈകളിലെ ഉപകരണമാക്കി തീർക്കുവാൻ ദൈവം കനിവുള്ളവരാകയാൽ ദൈവസന്നിധി നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവഹിതത്തെ മനസ്സിലാക്കുവാൻ താഴ്മയും വിനയവും തരയണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ നിലനിൽപ്പ് അല്ല ദൈവത്തിൻ്റെ പ്രധാനം, സർവ്വ സൃഷ്ടിയുടെയും നിലനിൽപ്പാണ്. ഓരോ വലിയ ശക്തിക്കും അതിന് നിശ്ചയിച്ചിട്ടുള്ള ദൈവം നമുക്ക് യഥേഷ്ടം വിഹരിക്കുവാൻ ഈ ലോകത്തിൽ വഴിയും മാർഗവും നമ്മുടേതായുള്ള ഇടങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിപാലന നമുക്ക് മതിയാവോളം ആസ്വദിക്കുവാൻ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സംതൃപ്തിയോടെ ഈ ആയുസ് ജീവിച്ച് വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കോണം നമ്മെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.